Brothers and sisters, ladies and gentlemen, welcome to yet another episode of OKS. ഒരു കഥ ചൊല്ലട്ടുമാ. ഞാൻ വിട്ടോക്സ് പറയായിരിക്കായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കഥ ചൊല്ലുന്നത് none other than നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോറി ടെല്ലർ അനീസ് എം ലതീഫ്. താങ്ക് യു. അനീസ് എം ലതീഫ് ഇന്ന് ഇന്ന് സൊല്ലലല്ല, ഇത് ഏത് ഭാഷയിൽ ഇതെങ്ങനെ പറയുന്നില്ല. മത്തനാട് ഏത് ലാംഗ്വേജാ? മാത്തനാറ് തമിഴല്ലേ? മാത്തനാട് അല്ലല്ല, തമിഴില് പറയുന്നത് മാത്താട് ആണോ നീ ചോദിച്ചത്? അത് കന്നഡ അല്ലേ സംസാരിക്കുന്നത്? അങ്ങനെയല്ലേ മാത്തനാട് എന്താ പറയുക? മാത്താട് ബേക്കു. നീ മാത്താട് ബേക്കു, നീ സംസാരിക്കണ്ട. കന്നഡ ഒന്നുണ്ട്. അതെന്തായാലും കന്നഡ പടയത്തിന് പറയാൻ വന്നത്, അതാണ് ഞാൻ സംഭവം പിടിക്കാൻ നോക്കി. നടക്കുന്നില്ല. കന്നഡ ഗൊത്തില്ല. ഗൊത്തില്ല. പക്ഷെ കന്നഡ എനിക്കൊന്ന് നമുക്കൊരു ഗൊത്താൻ പറ്റുമോ? റീസെന്റ് ഒരു കുറച്ച് വർഷമായിട്ട് കന്നഡ പോപ്പുലർ ആയി തുടങ്ങി. കാരണം മെയിൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. KGF കാന്താരയും കൂടെ വന്നപ്പോഴത്തേക്ക് അത് രണ്ട് ടൈപ്പ് പടങ്ങൾ, ഒരു മാസ് പടവും ഒരു ക്ലാസ് പടവും എന്നുള്ള മോഡലിൽ രണ്ട് രീതിയിൽ ആൾക്കാരെ ആകർഷിച്ചു. അപ്പം എല്ലാവർക്കും പരിചയമുള്ള കന്നഡ സ്റ്റാറിൽ നിന്ന് തന്നെ തുടങ്ങാം. യാഷിന്റെ പടമല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാന്താര സ്റ്റാർ ഋഷഭ് ഷെട്ടിയുടെ പുള്ളി ലീഡ് റോളിൽ വന്ന ഫസ്റ്റ് പടം ബെൽ ബോട്ടം, 2019 പടമാണ് ബെൽ ബോട്ടം. ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. ശരിക്കും ഈ പടം നിങ്ങൾക്ക് വേണമെങ്കിൽ Jio+ ഹോട്ട്സ്റ്റാറിലുണ്ട്, കാണാം. നിങ്ങൾക്ക് ഒരു മിസ്റ്ററി പടത്തിന്റെ സ്പോയിലർ ഒട്ടും മിസ്സാവാതെ കാണണമെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ മതി. അത് തന്നെയായിരിക്കും നല്ലത്. ആൻഡ് നിങ്ങൾക്ക് ഒരു വേറെ ലാംഗ്വേജ് പടം സിനിമ ഉണ്ടാക്കിയവന്മാര് മണ്ടന്മാരല്ലോ. ഇതെങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പിന്നെ അവന്മാർ ഇതിനെ സിനിമ ഉണ്ടാക്കിയല്ലേ? അത് കാര്യം നിങ്ങൾക്ക് കന്നഡ പടം സബ്ടൈറ്റിൽ ഇല്ലാതെ കാണാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പോവുള്ളൂ. Jio+ ഹോട്ട്സ്റ്റാറിൽ നിന്ന് സബ്ടൈറ്റിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ കണ്ടു എന്റെ കന്നഡ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കി കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ പടം കാണാൻ കുഴപ്പമില്ല, രണ്ട് കഥയായിരിക്കും ഇവിടെ കണ്ടാൽ മതി. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പടം അവർക്കൊരു 6 കൊലപാതകം, അതിന്റെ പുറകിലുള്ള ആളിനെ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള സാധനമല്ല ഇത്. ഇത് ശരിക്കും റോബറി ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, അത് ഞാൻ കാണണ്ട, എനിക്ക് കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകണ്ട, ഇവിടെ കണ്ടാൽ മതി. ഇതൊരു 1980s കോപ്പിറൈറ്റ് അടിക്കും. എന്തിനാ കഥ പറഞ്ഞ കഥയ്ക്ക് കോപ്പിറൈറ്റ്സ് ഉണ്ടോ? പിന്നെ കഥയ്ക്ക് റൈറ്റ്സ് ഇല്ലേ? സിനിമയിലെ എല്ലാ സാധനത്തിനും റൈറ്റ്സ്. കവർ ചെയ്യണ പോലെ നമ്മള് സിനിമയുടെ കവർ ചെയ്യാണ് നമ്മുടേതായ രീതിയിൽ നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ ഒരു ക്യാമറമാനെ കൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലോട്ട് എത്തിക്കാൻ നോക്കുന്നതാണ്. ശരിക്കും പാട്ട് അവരുടെ പാട്ട് യൂസ് ചെയ്തല്ല കുഴപ്പമില്ല. ആ പാട്ട് പാടിയാൽ കോപ്പിറൈറ്റ് അടിക്കത്തില്ലല്ലോ. അങ്ങനെയല്ലേ? പാട്ട് പാടിയ കോപ്പിറൈറ്റ് അടിക്കും. എന്തായാലും നമ്മളെ കോപ്പിറൈറ്റ് അടിക്കില്ല. നമ്മളിപ്പം ഈ സിനിമയുടെ കഥ പറയുകയാണ്. ഡയറക്ടർ റൈറ്റർ ഋഷഭ് ഷെട്ടിയാണോ? അല്ല. ഈ സിനിമയ്ക്ക് മുന്നേ ഋഷഭ് ഷെട്ടി ഡയറക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഋഷഭ് ഷെട്ടി റിക്കി ആണെന്ന് ഫസ്റ്റ് വൺ ഡയറക്ട് ചെയ്തത്, പിന്നെ കിരിക് പാർട്ടി ഡയറക്ട് ചെയ്തു. ഇത് പുള്ളി അത്യാവശ്യം പോപ്പുലർ ഡയറക്ടറാണ്. പുള്ളി കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. രക്ഷിത് ഷെട്ടിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും ഷെട്ടി രാജ് ഷെട്ടി, ഋഷഭ് ഷെട്ടി, രക്ഷിത് ഷെട്ടി. ഈ ഷെട്ടി കോംബോയാണ് ശരിക്കും കന്നഡ സിനിമയെ ഒരു തരത്തിൽ മുകളിലേക്ക് വലിച്ചുകൊണ്ട് വന്നത്. അവർ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാ പ്രേക്ഷകർക്കും പറ്റുന്ന സിനിമകൾ ഇറങ്ങി. ഗരുഡ ഗമന, ഋഷഭ വാഹനയൊക്കെ ആൾക്കാർ പിന്നെയും പോപ്പുലറായി. അതിന് തൊട്ട് മുമ്പ് ചെയ്ത പടമാണ് ബെൽ ബോട്ടം. ഋഷഭ് ഷെട്ടി ശരിക്കും ഡയറക്ഷന് ശേഷം സ്റ്റാറായിട്ട് അഭിനയിച്ച ഫസ്റ്റ് പടമാണ് ബെൽ ബോട്ടം. അതിന് 1-2 പടങ്ങൾ ചെറിയ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 1980s ബാക്ക് ഡ്രോപ്പിൽ വരുന്നൊരു പടമാണ്. ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ മോൻ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റബിളിന്റെ മോൻ ചെറുപ്പം തന്നെ മിസ്റ്ററി നോവൽസും പിന്നെ രാജ്കുമാർ അന്ന് നായകനായിട്ട് അഭിനയിച്ച ഡിറ്റക്റ്റീവ് പടങ്ങൾ കണ്ട് ത്രില്ലായിട്ട് ഡിറ്റക്റ്റീവ് ആണെന്ന് ആഗ്രഹിച്ച് വളരുന്ന ഒരു പയ്യന്റെ കഥയാണിത്. അയാൾ വലുതായിട്ട് അപ്പം മോനെ പോലീസിലേക്ക് ചേരാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവന് ഡിറ്റക്റ്റീവ് ആവണം. അവന് മറ്റേ സിനിമാറ്റിക് ഡിറ്റക്റ്റീവ്, ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഷെർലക് ഹോംസിനെ പോലെ. അവൻ കണ്ട രാജ്കുമാറാണ്, അവരുടെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ കോട്ടൊക്കെ ഇട്ട് അന്വേഷിച്ച് നടക്കുന്ന ഡിറ്റക്റ്റീവ് എന്നുള്ള അതാണ് അവന്റെ താല്പര്യം. അങ്ങനെ ഒരു ഫാന്റസി പടമാണ് ശരിക്കും. പുള്ളി ശരിക്കും ക്യാരക്ടർ ഇരുന്ന ബുദ്ധി വളരുന്ന, എപ്പോഴും ക്യാരക്ടർ കടിച്ചോണ്ടിരിക്കുന്ന മാനറിസങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ. അപ്പൊ അങ്ങനെ ചിന്തിക്കണം. സിനിമാറ്റിക് ആയിട്ടുള്ള ഒരാൾ, സിനിമ കണ്ട് കുറ്റാന്വേഷണം പഠിച്ച ഒരാൾ. ശരിക്കും പുള്ളിക്ക് അത്രയും ടാലന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആ പടത്തിൽ അറിയാം. ആൾക്കാർക്ക് എല്ലാം അറിയാം പുള്ളി ഡിറ്റക്റ്റീവ് എന്ന് അനൗൺസ് ചെയ്തത്. പക്ഷെ പുള്ളിയുടെ അടുത്ത് വരുന്ന കേസുകളൊക്കെ വെച്ചാൽ എലിയെ പിടിക്കുക, അങ്ങനത്തെ ചില ചില്ലറ കേസുണ്ട്. അതുകൊണ്ട് അപ്പൻ എപ്പോഴും എന്നെ കളിയാക്കും, നിനക്ക് ഈ പണി മാത്രമേ പറ്റിയതല്ല, നീ ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ എങ്കിലും ആവും. അപ്പോൾ അപ്പനെ പിടിച്ചിരിക്കും, കോൺസ്റ്റബിളായിട്ട് നിങ്ങൾ കോൺസ്റ്റബിളുമായിട്ട് എത്ര വർഷം ഇരിക്കുന്നു, എനിക്ക് നേരെ ഡിറ്റക്റ്റീവ് ആവണം എന്ന് പറഞ്ഞ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ആ നാട്ടിലെ തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷനിലാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ വേറൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു 2-3 ലക്ഷം രൂപയുടെ റോബറിയൊക്കെ നടന്ന ആ റോബറി കള്ളന്മാരെ പിടിച്ച് അതിൻ്റെ മുതലെടുത്ത് പോലീസ് ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിലൊക്കെ പബ്ലിഷ് ചെയ്ത് സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ പിറ്റേ ദിവസം അവിടുത്തെ ഈ തൊണ്ടി മുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയി. അയാൾക്ക്
അയാളുടെ തന്നെ കോൺഫിഡൻസ് ആണ് അത് വേറൊരാൾ മോഷ്ടിക്കാൻ സാധ്യതയില്ല. കാരണം ആ താക്കോൽ അയാളുടെ കസ്റ്റഡിയിൽ അയാൾ വെച്ച് അയാൾ ഉറപ്പിച്ചു വരുത്തി ഒറ്റ ദിവസത്തെ രാത്രി കൊണ്ടത് മാറി സാധനം പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നായകൻ ശരിക്കും ഇത്തിരി മണ്ടനാണെന്ന് കാണിക്കാൻ നായകനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നായകൻ സ്റ്റൈലിഷ് ആയിട്ട് പോയിട്ട് കുഴി വീഴുന്നത് പടം സ്റ്റാർട്ട് ആകുന്ന നായകന്. അപ്പൊ അതായത് പുള്ളി ഒബ്സർവേഷന്റെ കിങ് ആയിട്ട് ഇതൊക്കെ നോക്കുന്ന ആള് ശരിക്കും ഒരു കുഴി പോയി നടന്ന് വീഴുന്നു. അപ്പൊ അവിടെ പക്ഷെ അതാ പറഞ്ഞ പുള്ളിയുടെ ശിക്കാരി ശംഭുവാണോ പുള്ളി എന്നുള്ളിടത്താണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി ശരിക്കും ടാലന്റ് ഉള്ള ഡിറ്റക്റ്റീവ് ആണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിയെ രക്ഷിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. അവർ ഒരു നായിക ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ നടന്ന് അവളെ കളിയാക്കും, ഇയാളെ ഇത്ര വലിയ ആളിനെ രക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അവളെ സാരിയൊക്കെ കൊടുത്ത് വലിച്ചു കയറ്റി നായകനെ രക്ഷിച്ചിട്ട് നായകനെ കളിയാക്കിയും വിട്ടു പോയി. അപ്പോൾ ശരിക്കും അയാൾ അവളോട് കഥ പറയുന്നിടത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും അപ്പൻ്റെ നിർബന്ധത്തിൽ ഇയാൾ പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോയിൻ ചെയ്തു. ഒരു പ്രൊബേഷൻ പീരീഡിൽ 80കളിലല്ലേ അയാളുടെ പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു കോൺസ്റ്റബിൾ തൊപ്പിയൊക്കെ ഇടിച്ച് ചെറുക്കനെ കൊണ്ട് 6 മാസം പ്രൊബേഷൻ പീരീഡിൽ നിർത്തി അവനവിടുത്തെ ചെറിയ ലോക്കൽ പരിപാടി സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക, പ്രതികളെ അടിച്ചിട്ട് ചോര കഴുകുക, പ്രതികൾ മൂത്രമൊഴിച്ച് അത് കഴുകേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള ലോക്കൽ ജോലി ചെയ്ത് അവനിങ്ങനെ മടുത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർക്കാണെങ്കിൽ ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാതെ ഭർത്താവ് കാണാതെ പോയി എന്ന് പറഞ്ഞ് വരുന്നൊരു ഇയാൾ ഫ്ലർട്ട് ചെയ്യുന്നൊരു സ്ത്രീ. ആ സ്ത്രീയുടെ കേസാണെങ്കിൽ ഇയാൾക്ക് കുറച്ചുകൂടെ വലിയൊരു കേസ് വരുമ്പം, അതായത് ഒരു സേറ്റ് വരും. ആ സേറ്റ് വന്നിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു റവന്യൂ ലാൻഡ് ഡീലിന് എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ സ്ഥിരം ഫ്ലർട്ട് ചെയ്യുന്ന ലേഡി വരുമ്പോൾ അന്ന് ആദ്യമായിട്ട് ഈ കേസൊന്ന് നോക്കിക്കേടാന്ന് പറഞ്ഞ് ഈ കോൺസ്റ്റബിളിൻ്റെ കൊടുക്കും, ഋഷഭ് ഷെട്ടിയുടെ കൊടുക്കും. ദിവാകർ എന്നാണ് ഋഷഭിന്റെ പേര്. അപ്പൊ ഋഷഭ് പോയി അന്വേഷിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു ഉത്സവ ദിവസം, അമാവാസി പോലത്തെ ഒരു ഉത്സവ ദിവസം വീട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ആ ഉത്സവം കാണാൻ വേണ്ടി പോയ ആൾ തിരിച്ചു വന്നിട്ടില്ല. അതാണ് അവരുടെ കംപ്ലൈന്റ്. പുള്ളി അന്വേഷിക്കും, പുള്ളി ആയാലും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് ഋഷഭ് കണ്ടുപിടിക്കും ഒരു അൺനോൺ ബോഡി ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ഒരു ബോഡി ഇയാളുടെ ബോഡിയാണെന്ന് അവന് മനസ്സിലാവും. അവൻ പോയി അന്വേഷിച്ച് ഇവരുമായിട്ട് വന്ന് ഐഡന്റിഫിക്കേഷൻ നടത്തും. അവർ ഉറപ്പിക്കുക അവരുടെ ഭർത്താവാണ്. അപ്പോൾ അടുത്ത ദിവസം പുള്ളിക്കാരിയാണെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ ചോദിക്കും എന്താ ഈ കേസ് ചോദിക്കും, പറയും കേസ് എന്തായെന്ന് മാത്രമല്ല ഞാൻ ആളിനെയും കണ്ടുപിടിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് അവരുടെ കൈ വിലങ്ങ് വെച്ചിട്ട് പറയും ഇവരെ കൊന്നതെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും അങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ അവൾ ഭയങ്കര ഇത് എൻ്റെ ഭർത്താവ് ഞാൻ വന്നു. പുള്ളിക്കാരി ഭയങ്കര സീൻ എടുപ്പോഴത്തേക്ക് പോലെ പുള്ളിക്കാരൻ പോയി എന്ന് പറയുന്ന ദിവസം പുള്ളിക്കാരൻ്റെ ഡെഡ് ബോഡി അനലൈസ് ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ ഡേറ്റ് മാച്ച് ആവുന്നില്ല. അതായത് മൃതദേഹത്തിന് ഇത്ര ദിവസം പഴക്കമുണ്ടെന്ന് അദ്ദേഹത്തെ മെഗറ്റ്സിന്റെ ഇത് ആ ഡേറ്റ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മെഗറ്റ്സിന്റെ അതായത് പുഴുക്കളുടെ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ പുള്ളിക്കാരൻ വീട്ടിലുള്ള ദിവസമാണ് മരിച്ചത്. ഇവള് പറയുന്ന ക്ലെയിം ഉണ്ടല്ലോ, ഈ പറയുന്ന ഉത്സവ ദിവസം, അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നത് പറയുന്ന ആ ദിവസം പുള്ളിക്കാരൻ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ ഇതിലും പിന്നെ ഒരു കാമുകന് വേണ്ടി ഇയാളെ വീട്ടിൽ നിരീക്ഷിക്കുമ്പോൾ ഇയാളുടെ വീട്ടിൽ വേറൊരാൾ വരുന്നുണ്ട്, കുഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ അകത്തൊരാളുണ്ടെന്നും അങ്ങനെ ഒരു കാമുകന് വേണ്ടിയാണ് കൊന്നതെന്ന് ഇയാൾ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു. അവനെയും പിടിച്ചോണ്ടെന്നും അവൻ കൺഫസ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ കേസ് ക്ലോസ് ആയി. അപ്പൊ ഇൻസ്പെക്ടർ ഇംപ്രസ്ഡ് ആയി. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, എല്ലാ ബുക്സിലുണ്ട്, എല്ലാ കഥയിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ടിപ്സ് പറഞ്ഞു തരണമെന്ന് പറയും. എന്നിട്ട് അയാൾ അന്ന് വൈകുന്നേരം പോലീസ് ക്ലബ്ബിൽ ഇരിക്കും. അയാളുടെ സുഹൃത്തുക്കൾ മറ്റേവൻ ഈ പറയുന്ന ആദ്യം കാണിച്ച തൊണ്ടി മുതൽ മോഷണം പോയ കേസിൽ അയാൾ വന്നിട്ട് എടാ ഇത്ര ദിവസത്തിനുള്ളിൽ കോടതി സബ്മിറ്റ് ചെയ്ത സാധനം പിടിച്ചു, പബ്ലിഷ് ചെയ്ത് വാർത്തയും വന്ന് സാധനം എൻ്റെ കസ്റ്റഡിയില്ല, എൻ്റെ ഉത്തരവാദിത്തത്തില്ല, കോടതിയിൽ വേണം. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം 24 ദിവസം അല്ലെങ്കിൽ 12 ദിവസം സമയമുള്ളൂ, ഇതിനനുസരിച്ച് ആ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്, തൊണ്ടി മുതൽ ഹാജരാക്കേണ്ടത്. അത്ര ദിവസം നമുക്കിത് കണ്ടുപിടിക്കുക, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ജോലി പോകും, കൺഫേം ആണ്. അപ്പോൾ കണ്ടുപിടിക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു, എൻ്റെ ഓഫീസിൽ ഒരു പയ്യനുണ്ട്, അവൻ ഭയങ്കര മിടുക്കനാണ്, അവനെ കൊണ്ട് നമുക്കിത് അന്വേഷിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ വേറൊരു പോലീസുകാരൻ പറയും ശരി നമുക്ക് അന്വേഷിക്കാമെന്ന് പറയും. അപ്പോൾ അയാളുടെ സ്റ്റേഷനിൽ ഇതേപോലൊരു സംഭവം മിസ്സായിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള പ്രശ്നമാണ്. തൊട്ടടുത്തുള്ള 2-3 സ്റ്റേഷനുകളിൽ രണ്ടാമത്തെ സ്റ്റേഷനിൽ ഈ സംഭവം നടക്കുന്നത്. അയാൾ 5 ലക്ഷം രൂപയുടെ സാധനം പിടിച്ചു വെച്ചത് സാധനം മോഷണം പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഋഷഭ് ഷെട്ടി ദിവാകർ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ SI അയാൾ റെഫർ ചെയ്ത പ്രകാരം ഇവനോട് കേസ് പറയും, അവൻ ഡീറ്റെയിൽസ് പറയും, അവനെ ഏക്കാമെന്ന് പറയും, അവനൊരു കണ്ടീഷൻ വയ്ക്കും, 3 കണ്ടീഷൻ പറയും. അതായത് ഒന്ന്, എൻ്റെ അടുത്ത് ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല, ഞാൻ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യുക, യൂണിഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയുള്ള വർക്ക് ചെയ്യുക, അതിനാരും തടസ്സം പറയാൻ പാടില്ല, എനിക്ക് ജാവ ബൈക്ക് വേണം. അപ്പോൾ അവൻ കണ്ട് ഇൻസ്പയർ ആയ ഏതൊരു ഇൻസ്പെക്ടർ ഡിറ്റക്റ്റീവ് ഈ ബൈക്കിലാവും, അവൻ ആ ബൈക്ക് വേണം. 3, ഇവനെതിരെ ഇവരെല്ലാവരും ചേർന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് ഇവനെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇവൻ്റെ അച്ഛൻ തന്നെ പുറത്താൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവനെ ഒരു നടപടി എടുത്ത് ഇവരെ പുറത്താക്കിയാൽ ഇവന് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് തുടരുക, ഇത് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അവർക്ക് ഓക്കെയാണ്. അപ്പോൾ അവർ സമ്മതിക്കും, ഓക്കെ ചെയ്തോളാൻ പറയും. അപ്പോൾ ഇയാൾ അന്വേഷിക്കാറാണ്. ഈ സാധനങ്ങളുടെ മുൻപ് റോബറി പോയ പോലീസ് സ്റ്റേഷനിലായാലും പോകും, ആ കേസിൽ അറസ്റ്റിലായവന്മാരെ പോയി കാണും, ആ സ്റ്റേഷനിൽ എല്ലാ ഓഫീസേഴ്സിനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, ഒരു തുമ്പുമില്ല. ഇത് ഭയങ്കര മാജിക്കലായിട്ടാണോ പോയതെന്ന് വരെ എല്ലാവർക്കും ഭയങ്കര സംശയമുണ്ട്. അപ്പോൾ ഇയാളെ നോക്കാൻ വേണ്ടി ഈ SI പറയും ഒരു കോൺസ്റ്റബിൾ, അയാളുടെ തന്നെ വിശ്വസ്തനായ കോൺസ്റ്റബിൾ, ഇവനെ ശ്രദ്ധിച്ചോണം, ഇവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കാരണം ഇവൻ പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ
ഇവനോട് ആ അടുപ്പം കൂടി ഇയാളുടെ ഇൻവെസ്റ്റിഗേഷൻ ആ ഖുറേഷി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിൾ ഇയാളുടെ ഋഷഭ് ഷെട്ടിയുടെ കൂടെ കൂടും. എന്നിട്ട് ഇവർ ഒന്നിച്ചാൽ പോകുന്നത്. പുള്ളിയാണ് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം പുള്ളി കുറച്ചുകൂടെ പരിചയമുണ്ട് റെക്കോർഡ്സ് എടുക്കാനൊക്കെ അങ്ങനെ പോകാൻ. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ നാട്ടിൽ അത്യാവശ്യം ഈ പറയുന്ന ഒരു ഈ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽ പ്ലാൻഡ് ബ്രില്യൻ പ്ലാനിങ് ഉണ്ടെങ്കിലേ ഒരു തെളിവ് ശേഷിക്കാതെ ഒരു കയ്യിൽ ആളുടെ പോക്കറ്റിലിരുന്ന താക്കോലുള്ള സാധനം ഒരു ബ്രേക്കിനില്ലാതെ, അതായത് പൂട്ട് പൊളിച്ചിട്ടില്ല, എല്ലാവരും ഉള്ള സമയം, പോലീസ് സ്റ്റേഷൻ വർക്കിംഗ് ആണല്ലോ 24 hours, രാത്രി ആൾക്കാർ പാറാവുള്ള സമയം, ഓഫീസറുള്ള സമയം, ഇതൊക്കെ ഇത്രയും സമയത്തിനിടയ്ക്കാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഉള്ളിലുള്ള ഒരാൾ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു സാധനം, ഇതാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അയാളാണ് ഈ പറയും ഇത്രയും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഈ നാട്ടിൽ ഒരാളേ ഉള്ളൂ. അയാളുടെ എക്സ്പീരിയൻസ് പറയും. അയാൾ ജയിലിലായിരുന്നു. മരക്കുടുക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. മരക്കുടുക്ക തെലുങ്ക് കന്നഡ പേരാണ്. അപ്പൊ ഒരു ജ്യോതിഷൻ അങ്ങനെയൊക്കെയുള്ള അയാൾ പറയുന്നത് ഈ പറയുന്ന ഇങ്ങനത്തെ അല്ലല്ല ഒരു ഖുറേഷി പറയും ഇവിടുത്തെ ഉടായ്പകളുടെ ഈ പറഞ്ഞ ഇങ്ങനെ മാജിക്കിന്റെ ഒക്കെ ഉടായ്പ, ഇതിനകത്ത് എന്തോ ഒരു ഇൻവോൾവ്മെന്റ് വേറെന്തോ ഉണ്ടെന്ന് സംശയിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ അതിനുള്ള സാധ്യതയുള്ള ഒരാൾ ഒരു ജ്യോതിഷനാണ്. അയാളെ പോയി കാണുമ്പോൾ അയാൾ പറയും എന്റെ പിന്നെ ഞാൻ ഈ ചെറിയ ഉടായ്പ പരിപാടിയില്ല, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ റോബറി ഒക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മരക്കുടുക്കാന്ന് പറഞ്ഞ ഒരാളാണ്. 7 കൊല്ലം ജയിലിൽ ഇങ്ങനെ വലിയ റോബറി നടത്തി ജയിലിൽ പോയ ആളാണ്. ഇയാൾ ആൾക്കാർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. 2 വർഷമായി നാട്ടിലുണ്ട്. ഇവിടെ നമ്മളൊരു ടിമ്പർ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളെ പോയി ഇവരാണ് രണ്ടുപേരും ഒരു ഒരു റോബറി നടത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ പോയി കാണും. ഇവർ രണ്ടുപേരും കൂടെ വേഷം മാറിയിട്ട്, പോലീസുകാരൻ വേഷം മാറി ഇവർ പോയി കാണും. അയാളുടെ ഒരു ചെറിയ റോബറി പോലീസ് സ്റ്റേഷനിലാണ് കയറേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാൾ പറയും എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇത് പോലീസുകാരാണ് വന്നത്. അപ്പോൾ അയാൾ നിങ്ങൾ എന്നെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടി പണ്ട് നിർത്തിയതാണ്, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് ആരും വന്നിട്ടില്ല, നിങ്ങളെ സംശയിക്കേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഈ നാട്ടിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അതിന് കൂട്ടു നീക്കാൻ സാധ്യതയുള്ള പിൻഡോ എന്ന് പറഞ്ഞെടുത്തനാ. അവൻ ഇവിടെ അത്യാവശ്യം പറഞ്ഞ ചെറിയ ഡ്രഗ്സിന്റെ ഗവൺമെന്റ് ഡ്രഗ്സിന്റെ പരിപാടി. അപ്പൊ ഇവര് നോക്കുന്നത് ഇവരുടെ പ്രൊഫൈലിൽ മാച്ച് ആവുന്ന ഒരാൾ ആ നാട്ടിൽ സപ്പോർട്ട്. കാരണം ഇൻസൈഡ് വർക്ക് പോലെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രയും അറിയാവുന്ന ആൾക്കാർ, ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന, സ്റ്റേഷൻ അറിയാവുന്ന, നാടറിയാവുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് വിശ്വസിക്കുന്നത്. അങ്ങനെ പിൻഡോയെ കാണാൻ പോകും. പിൻഡോയെ കാണുമ്പോൾ പിൻഡോ ശരിക്കും ചെറിയ ഡ്രഗ് ഡീലറാണ്. ശരിക്കും അവന് മന്ത്രവാദം പരിപാടികളും അതിൻ്റെ സപ്ലൈ, ആയുർവേദ പൂജ സാധനങ്ങൾ സപ്ലൈ പോലൊരു കടയാണ്. പക്ഷേ എൻ്റെ ബാക്ക് സൈഡിൽ പുള്ളി ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രഗ് സപ്ലൈ ഉണ്ട്. ഈ പിൻഡോയെ വിളിക്കുമ്പോൾ പിൻഡോയ്ക്കാണെങ്കിൽ പിൻഡോയെ വിളിച്ച് ഇവരെ ഇൻ്റർഗ്രേറ്റ് ചെയ്യുമ്പോൾ പിൻഡോ പറയും സാറേ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാജിക്കൽ ഇടപെടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാജിക്കലായിരിക്കത്തില്ല, ഭയങ്കര എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നും സൂപ്പർ നാച്ചുറൽ ഇടപെടലാന്ന് തോന്നും. അപ്പോൾ പുള്ളിക്കാരൻ അവരെ കൺവിൻസ് ചെയ്ത് ഇത് ഞാനല്ല, എൻ്റെ ഇടപെടലിനകത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അതിൽ നിന്ന് കൈ ഉയരാൻ നോക്കും. പുള്ളിക്കാരനാണെങ്കിൽ അവിടുന്ന് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. ഇയാളുടെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങും എത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഇയാളെ കുഴിയിൽ നിന്ന് രക്ഷിച്ച സ്ത്രീയെ കാണും. ശരിക്കും ഒരു സിനിമയ്ക്കകത്ത് ഒരു റൊമാൻറ്റിക് ട്രാക്ക് വരച്ചിടത്തില്ലേ, ആ റൊമാൻറ്റിക് ട്രാക്ക് കുറച്ചേക്ക് റൊമാൻറ്റിക് ട്രാക്കിലേക്ക് പടം വരും. ഈ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറിനെ അന്ന് കുഴിയിൽ നിന്ന് രക്ഷിച്ച നായികയെ വീണ്ടും കണ്ടുമുട്ടുന്നു. അവിടെ ശരിക്കും അവിടെ നാട്ടിൽ പട്ടച്ചാരായം വിൽക്കുന്ന ആളാണ്. ഇല്ലീഗൽ ആൽക്കഹോൾ ബിസിനസ് ഉണ്ട് ഇവർക്ക്. അവളെയും അവളുടെ അസിസ്റ്റന്റിനെ വഴി വെച്ച് കണ്ടുമുട്ടും. പിന്നെ അവർ തമ്മിലൊരു പ്രണയ ട്രാക്കിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രണയ ട്രാക്കിന് ശരിക്കും ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ തടസ്സമാകുന്നുണ്ട്. അപ്പോൾ ഇവൾ വഴക്കുണ്ടാക്കുന്നുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല, അപ്പോൾ എന്നാൽ ഒരു കാര്യം നീ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു, നീ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് നിന്റെ പ്രശ്നം തീർക്ക്, എൻ്റെ കൂടെ ചെലവഴിക്കാൻ സമയമില്ലെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ അവനെ ഇളക്കുന്നൊക്കെയുണ്ട്. ഈ സമയത്ത് ഏത് ആ കഥാപാത്രം ഹരിപ്രിയ നമുക്കറിയാത്തൊരു കന്നഡ നടിയാണ്. 80s നമ്മുടെ ജയഭാരതി അങ്ങനെയൊക്കെയുള്ള അവരുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇങ്ങനെ നീട്ടി കണ്ണെഴുതിയിട്ട് സാരി ചുറ്റി വരുന്ന ആ ഒരു ക്യാരക്ടറാണ്. മറ്റേ അതിനകത്തെ പാട്ടാണ് ഞാൻ കുറച്ച് മുന്നേ പ്ലേ ചെയ്ത്, മറ്റേ ഏത്തക്കെ ബൊഗസത്തുമ്പ എന്ന് പറയുന്ന അടിപൊളി പാട്ടാണ്. നല്ല രസമുള്ള പാട്ടായിരുന്നത്. അജനീഷ് ലോകനാഥന്റെ മ്യൂസിക്കിൽ വന്ന പാട്ട് ഏത്തക്കെ ബൊഗസത്തുമ്പ എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് മനസ്സിലായുള്ളൂ. ബാക്കിയൊക്കെ മ്യൂസിക്കിൽ നമ്മൾ പിടിച്ചാൽ മതി. തുമ്പിലായിരിക്കുന്നു. അതെ. എന്നിട്ട് നമ്മളിവിടെ നിർത്തിയത് ഇവരുടെ 12 ദിവസത്തില് ഈ പെണ്ണ് പൊസസീവായി. ഇവരെ കാണുമ്പോ ഈ പെണ്ണ് പൊസസീവ് ആയതിനേക്കാൾ പുള്ളിക്കാരൻ അത്രയും ഇതായി. അതായത് പുള്ളിക്കാരൻ ഇവളെ കണ്ടിട്ട് പിന്നെ പുള്ളിക്കാരൻ ഇവളുടെ പുറകെ അങ്ങ് പോകുന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് സാധനമില്ലേ, എവിടെ കണ്ടാലും അവള്
പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കോൺസ്റ്റബിളുകളായിട്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഇവളായിട്ട് തോന്നുന്നു. എന്നിട്ട് അച്ഛനായിട്ട് പുള്ളിക്കാരൻ കേസ് ഡിസ്കസ് ചെയ്യും. അങ്ങനെ പോകുന്നത് പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഖുറൈഷിനെ കോൺസ്റ്റബിളായിട്ടും അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ കഥ ഇങ്ങനെ പോകുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഋഷഭ് ഷെട്ടിക്കാണെങ്കിൽ ഋഷഭ് ഷെട്ടിയുടെ കസിൻ ബ്രദർ SI ആയിട്ടിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുപോലൊരു വലിയ റെയ്ഡ് നടന്നു, സാധനം പിടിച്ചു. അയാൾ പത്രവാർത്ത നടത്തിയിട്ട് വാർത്ത ഇവൻ കാണും, TV-യിൽ കാണും ഈ സംഭവം നടന്നതിൻ്റെ. ഒപ്പം സ്റ്റേഷനിലേക്ക് പോകും. സ്റ്റേഷനിലേക്ക് നിന്റെ തൊണ്ടി വന്ന് നീ സറണ്ടർ ചെയ്ത് നീ ഇല്ല ഇവിടെ തന്നെ വെച്ചേക്കുന്നത്, എൻ്റെ കസ്റ്റഡിയിലെ പേടിക്കണ്ടെന്ന് പറയും. അപ്പം പറയാം, അതായത് പുറത്ത് വരാത്തൊരു ന്യൂസ് ഉണ്ട്, 2 സ്റ്റേഷനിൽ ഇതുപോലെ തന്നെ റോബറി നടന്നിട്ടുണ്ട്, ഈ സാധനം ഇന്ന് രാത്രിയോ നാളെയായിട്ട് നിന്റെ നിന്ന് കളവ് പോകും, അവർക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പം പണി പോകും, അതുകൊണ്ട് ആരും പുറത്ത് പോയത്, അതുകൊണ്ട് നീ അറിയാതെ പോയത്, അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞത്, ഞാനും കൂട്ടിയിരിക്കാം. അപ്പം പറഞ്ഞ് ഞാൻ അവനും ഇരിക്കാം, പോകുന്നില്ല, എങ്ങും പോകുന്നില്ല, നമ്മൾ പോയാലേ രാത്രി വന്ന് പോകുന്നുള്ളൂ. അപ്പോൾ അവർ തീരുമാനിക്കും അപ്പത്തൊരു സ്റ്റേഷൻ ബന്ദ്, ആര് വന്നാലും സ്റ്റേഷനകത്തേക്ക് കയറ്റുന്നില്ല, സ്റ്റേഷൻ തൽക്കാലത്തേക്ക് പുറത്തുനിന്ന് ഹാൻഡിൽ ചെയ്യുക, ഇവർ രണ്ടുപേരും മാത്രം അകത്തിരിക്കുന്നു. അകത്ത് ലോക്കർ റൂമിൻ്റെ അടുത്ത്, ഇവർ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ലോക്കർ വെച്ചേക്കും, ചെറിയ ലോക്കർ, അതിനകത്ത് തന്നെ വെച്ചേക്കുന്നത്, ഇരിക്കാൻ നിൽക്കും. രാത്രി മൊത്തം അവരിയ്ക്കും, വരുന്ന ആൾക്കാരെല്ലാം ഓരോ ആവശ്യക്കാരും പറഞ്ഞു വിടും. ഇവിടെ ഒക്കെ കറക്റ്റായിട്ട് ആ ഗ്രാമത്തിലെല്ലാവരും വരും, നമുക്ക് സിനിമാറ്റിക് ഇതിനു വേണ്ടി വരും. അപ്പോൾ അവിടെ മരക്കുടുക്കാന്ന് നമ്മൾ ആദ്യം പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പറഞ്ഞ മുൻ എക്സ് റോബർ അയാൾ വരും. പിന്നെ ഇവന്റെ പഴയ ഫ്രണ്ട്സ്, ഇവനോട് ചെറിയ ചെറിയ ഇവനെ കളിയാക്കാൻ വരുന്ന കേസുമായിട്ട് വരുന്ന ഫ്രണ്ട്സ് വരും. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ വരും. ആ നാട്ടിൽ പരന്നു നടക്കുന്ന ആൾക്കാർ എന്നുവെച്ചാൽ കണ്ണ് കാണാത്ത ഒരു സെറ്റ് ഓഫ് ഭിക്ഷക്കാരുണ്ട്, അവർ വരും. എല്ലായിടത്തും പിച്ച നടക്കുന്ന ഇവരുടെ സംശയ ലിസ്റ്റുള്ള എല്ലാ സെറ്റപ്പും അവിടെ വരും. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വിടും, ആരെ അകത്തേക്ക് ഇരുന്നില്ല പറഞ്ഞു വിടും. രാവിലെ ആകുമ്പം പത്രം വന്ന് പത്രം വലിച്ചെറിഞ്ഞ് നെങ്ങിങ് അടിച്ചിട്ട് പോകുമ്പോൾ സമയം എല്ലാം പ്രശ്നം തീർന്നു. അപ്പം കണ്ടോ, നമ്മൾ ഉത്തരവാദിത്വം ഉണർന്നിരുന്നോണ്ട് ഒരു പ്രശ്നം സംഭവിച്ചിട്ടാണ് SI തുറന്നു കണ്ടോ, സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സാധനം അതിനകത്ത് സാധനം അതിനകത്തില്ലെന്ന് മാത്രമല്ല, ഋഷഭ് ഷെട്ടിയൊക്കെ ഞങ്ങൾ കണ്ണ് തുറന്ന് ഇവിടെ ഇരുന്ന സമയത്ത് ഈ സാധനം അടിച്ചുകൊണ്ട് പോയി. സംതിങ് മിറക്കിൾ, എന്തോ സംഭവം, നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്തുള്ള എന്തോ സാധനമാണ് ഇതെന്ന് അവർ ഉറപ്പ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം. അപ്പൊ SI പറയും, എനിക്ക് പരിചയപ്പെട്ടൊരു മന്ത്രവാദി ഉണ്ട്, നഞ്ചപ്പൻ മന്ത്രവാദി ഉണ്ട്, അയാളെ വിളിക്കാന്നത്. അയാൾ വരും, അയാൾ വന്ന് മനുഷ്യോ ഇങ്ങനെ നാരങ്ങ ഉരുണ്ട് പോകുന്ന അതൊക്കെ നോക്കി അയാൾ പറയും, ഇവിടെ ഹോമകുണ്ടം വരയ്ക്കുക, അയാൾ കളം വരയ്ക്കുക, അവിടെ പാവയൊക്കെ വെച്ച് അയാൾ സെറ്റ് ചെയ്തിട്ട് സാധനം നിങ്ങളെ തേടി തന്നെ വരും എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വൻ ഉടായ്പ സ്കീം. അയാളെ കാണുമ്പോൾ ഋഷഭ് ഷെട്ടിക്ക് അയാൾ ഉടായ്പാന്ന് പറയും. ഇയാൾ ഉടായ്പാന്ന് ഋഷഭ് ഷെട്ടി ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പറയും, നീ അങ്ങനെ പുച്ഛിക്കരുതെന്നൊക്കെ പറഞ്ഞ് അയാളെ ഇത് നിൽക്കും. മലയാളത്തിൽ അത് തന്നെ നിങ്ങളുടെ പോക്ക്. അതായില്ലേ പൊട്ടുമെന്നുള്ളതല്ലേ, പൊട്ടിക്കട്ടെ, മറ്റേ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അപ്പോൾ അവരെല്ലാവരും ഈ പറയുന്ന ഒരു മിറക്കിൾ ഇടപാടിനെ പറ്റി സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋഷഭ് ഷെട്ടിക്ക് മനസ്സിലാവും ഇൻവെസ്റ്റിഗേഷൻ എവിടെ പാളുന്നുണ്ട്, ഇവന്റെ ഫോക്കസ് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാവും. ആ അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്യാൻ അച്ഛനും പറയും, നമ്മൾ കാണുന്നത് നമ്മൾ സൈക്കോളജിക്കൽ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും അനലൈസ് ചെയ്യേണ്ടത്, മറ്റുള്ള ഫാക്ടേഴ്സ് അല്ല. ഇത്രയും പോയിന്റിൽ നമ്മൾ സാധാരണ ഗസ് ചെയ്യാൻ ശ്രമിക്കില്ലേ, ഇതിൽ ആരാണ് വില്ലൻ? ഗസ് ചെയ്യാനോ? ഗസ് ചെയ്യാൻ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ആരാണ് വില്ലനായിട്ട് തോന്നുന്നത്? ഇത്രയും കണ്ടിട്ട് ആൾക്കാര്, ഈ ബെൽ ബോട്ടം സിനിമ കണ്ടിട്ടില്ലാത്തവര് കമന്റ് ചെയ്യുക. നമുക്ക് ഞാൻ മുന്നോട്ട് എനിക്കറിയില്ല. കാശല്ലല്ലോ, ഇത് തൊണ്ടി മുതലല്ലേ? പറ, നീ ബുദ്ധി ഉപയോഗിച്ചില്ലേ? ഞാൻ വെറുതെ പോലീസിന് ആരോ ആണ്. അഖിലിന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഈ ലിങ്മാതി ചീള പരിപാടിയാണല്ലേ, പറഞ്ഞു തീർക്കണേ. അപ്പൊ നമ്മള് ഇയാളുടെ കയ്യിൽ നിന്ന് പോയി ഇയാൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അച്ഛനൊക്കെ പറയുന്നു, നീ ആ പറഞ്ഞ നിന്റെ ഫോക്കസ് തെറ്റാതെ നീ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, മറ്റിലേക്ക് ചെതറി പോകരുത്. അവന്റെ പോലീസുകാരൻ ഖുറൈഷ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് പുള്ളിയും പറയുന്നത് എല്ലാ കാര്യങ്ങളും കേസിലിരിക്കുന്നത് സൈക്കോളജിക്കൽ സാധനത്തിലാണ്. നമ്മൾ ആ സാധനം ഇങ്ങനെ എന്നിട്ട് എക്സാമ്പിൾ കാണിക്കും, ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് അയാളോട് ഇങ്ങനെ ചുമ്മാ ഒരു പേടിപ്പിക്കുമ്പോൾ അയാളൊരു വേറൊരു കാര്യം പറയും. ഇവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല, പക്ഷെ അങ്ങനെ ഫ്രണ്ടിനെ വിളിച്ച് പേടിപ്പിക്കുമ്പോൾ ഞാൻ അത് ചെയ്തു എന്നുള്ള പോലെ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ശരിക്കും പോലീസ് കേസ് തെളിയിക്കുന്നത്. അപ്പം ഇതും ഒബ്സർവേഷണൽ ഡീറ്റെയിൽസും സൈക്കോളജിയുമാണ് ശരിക്കും കേസ് തെളിയിക്കുന്നത്. പറഞ്ഞാൽ അവനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യും. ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുമ്പോൾ ഇവൻ്റെ കയ്യിലൊരു കവടി നിരത്തുന്ന ഒരു സാധനം കിട്ടും. ഇവൻ്റെ കസിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി കവടി നിരത്തുന്ന സാധനം കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു സൈഡ് ട്രാക്ക് നടക്കുന്നുണ്ട്. ഇവനെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചാൽ ഈ ദിവസം ഈ പറഞ്ഞാൽ ദിവസം പോകാണല്ലോ, നീ ചോദിച്ചില്ല, ഇയാൾ ഇതിനിടയ്ക്ക് പ്രേമിക്കാൻ നടക്കുന്നത്, അയാളത് കാണും, ഇവൻ ഈ പെണ്ണിൻ്റെ കൂടെ നടക്കുന്നത്, അയാൾ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ വേണ്ടിയിട്ട് ഇവനെ ഫയർ ചെയ്യും. അപ്പോൾ അത് പിന്നെ ഒരു കോമഡി ട്രാക്ക് പോലെ അയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇവൻ്റെ ഫ്രണ്ടിനെ വെച്ചിട്ട് ഈ പറഞ്ഞ ഋഷഭ് ഷെട്ടി ഫ്രണ്ടിനെ വെച്ചിട്ട് അവൻ്റെ പണി കളയിക്കാൻ വേണ്ടി ചെറിയ ട്രാക്കൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. മെയിൻ ട്രാക്ക് അല്ല, അതൊരു തമിഴ് തെലുങ്ക് കന്നഡയൊക്കെ പോലെ സൈഡ് ട്രാക്ക് പോലെ അത് ഓടിപ്പോകുന്നുണ്ട്.
ഈ സാധനം ഋഷഭ് ഷെട്ടി ഇത് പോയി നിന്നിട്ട് അവൻ്റെ ഒരു ഇത് കിട്ടുമ്പോൾ പുള്ളിക്കൊരു സാധനം കണക്റ്റ് ആവും. അതെന്താ നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഈ ഒരു കബഡി കിട്ടുമ്പോൾ, കാരണം പുള്ളി ഈ കബഡി ശരിക്കും ഹിഡൻ ആയിട്ട് പല സ്ഥലത്ത് സിനിമ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും അത് ആരുടെ വേണമെങ്കിലും ആവാം, ഈ കബഡി ആരുടെ വേണമെങ്കിലും ആവാന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിൻഡോയുടെ കൈ കബഡിയുണ്ട്, മറ്റേ നഞ്ചപ്പാടെ കൈ കബഡിയുണ്ട്. അപ്പോൾ ഈ ഇവിടെ ആരുടെ കയ്യിൽ വേണമല്ലോ ആ കണ്ണ് കാണാത്ത അന്ധന്മാരുടെ ഒരു ഗ്യാങ് ആണ് ഭിക്ഷക്കാർ, ഇവരുടെ കൈ കബഡിയുണ്ട്. അപ്പോൾ ഇത് ആരുടെ കയ്യിൽ വേണം ആവാം, അവിടെയുണ്ട്. പക്ഷേ ഇയാൾക്ക് അതിൻ്റെ കണക്ഷൻ പിടികിട്ടി, അച്ഛൻ്റെയും ഇയാളുടെ ഉപദേശത്തിൽ നിന്നുള്ള രീതിയിൽ പുള്ളിയെ മനസ്സിലാക്കും. പുള്ളി അവിടുന്ന് ഈ കബഡി എടുത്തുകൊണ്ട് പിൻഡോയെ കാണാൻ പോകും. പിൻഡോയെ കാണുമ്പോൾ പിൻഡോ അയാളെ വിളിച്ചിരുത്തിയിട്ട് ഈ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് പിൻഡോ കുറച്ച് മാജിക് കാണിക്കുക. പിൻഡോ ചോദിക്കും ഇങ്ങനെയുള്ള അതീന്ദ്രിയ ശക്തികളുണ്ടെങ്കിൽ പിൻഡോ എല്ലാം കളിയാണ്, മാജിക്. ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ ഒരു തീ കത്തും, ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ തീ കത്തും. എന്നിട്ട് ഒരു കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ ഋഷഭ് ഷെട്ടിയുടെ മുഖത്തൊക്കെ ഈ കോക്രി വരച്ചേക്കുന്നത്, അതെല്ലാം ശരിക്കും പുള്ളി ചെയ്യുന്ന മാജിക് പോലെ പുള്ളി ചെയ്യുന്ന, പക്ഷെ ഋഷഭ് ഷെട്ടി അറിയുന്നില്ല. അപ്പോൾ ഋഷഭ് ഷെട്ടി അച്ഛനോട് ഡിസ്കസ് ചെയ്യാൻ പറയും. നമ്മുടെ കൺവെട്ടിച്ച് നമ്മൾ ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു സിഗരറ്റ് പൊള്ളു ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് ഒരു കാര്യം കണക്ട് ആവും. അവരന്ന് പോലീസ് സ്റ്റേഷനിൽ രാത്രി മൊത്തം ഇരുന്നപ്പോൾ കുറച്ച് സമയം ഉറങ്ങിപ്പോയൊരു ഫീൽ പുള്ളിക്കുണ്ട്. കാരണം രണ്ടുപേരും ഒന്നിച്ച് ഒരു സിഗരറ്റ് കത്തിച്ചതും പിന്നെ സിഗരറ്റ് പൊള്ളിയപ്പോഴാണ് ഇവർ ഓർമ്മ വന്നത് എന്നൊരു സാധനം. ശരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവരുടെ വിചാരം. അപ്പോൾ പുള്ളി അവിടുന്ന് സിഗരറ്റ് കത്തിച്ച് നോക്കും. ഒരു സിഗരറ്റ് കത്തിത്തീരാൻ വെറുതെ കത്തിത്തീരാൻ സമയം 7-8 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ശരിക്കും ഒരു 8 മിനിറ്റ് ഇവരറിയാതെ ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ആ 8 മിനിറ്റിലായിരിക്കും ഈ കാര്യം നടന്നൊരു സാധനം പുള്ളിക്ക് മനസ്സിൽ കത്തും. പുള്ളി നേരെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്യും. അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ട് അതിന് മുന്നേ പുള്ളി കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഈ സാധനത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്നവരിലെ കോമൺ ഫാക്ടേഴ്സ്, ഈ 3 സ്റ്റേഷനിൽ വന്നവരിലെ കോമൺ ഫാക്ടേഴ്സ് തപ്പുമ്പോൾ എല്ലാത്തിനും കണക്കുണ്ട്, പക്ഷെ കണക്കില്ലാത്ത ഒരു സാധനം. അതായത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു സ്ത്രീ വന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിന് ഒരു പ്രസക്തി ഇല്ലാത്തൊരു കംപ്ലൈൻറ്റ്, അതായത് SSLC മാർക്ക് ലിസ്റ്റ് കളഞ്ഞു പോയിന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവൻ അത് 3 പോലീസ് സ്റ്റേഷനിലും എടുക്കുമ്പോൾ ഒരേ കൈപ്പടയിലുള്ള ലെറ്റേഴ്സ്. അപ്പം അന്നത്തെ പോലീസ് സ്റ്റേഷൻ്റെ ഈ പറഞ്ഞ തൊണ്ടി മുതൽ കാണിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കില്ല. ആ ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാ ഫോട്ടോസും വീണ്ടും എടുത്തിട്ട് വാഷ് ചെയ്ത്, ആവശ്യമില്ലാത്ത ഫോട്ടോസ് വാഷ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ബാക്ക് എൻഡ് കിട്ടും, അതായത് വന്നവരുടെ കൂട്ടത്തിൽ. അതിൽ ഇവൻ്റെ പരിചയം തോന്നും, കുസുമം നായികയുടെ തോന്നും. ഞാൻ അവളറിയാതെ അവളുടെ വീട്ടിൽ കയറും. അവളുടെ വീട്ടിൽ നിന്ന് ഒരു പേപ്പറിൽ നോക്കുമ്പോഴത്തേക്ക് ആ പേപ്പറിനകത്ത് ഇവളുടെ കയ്യേശ്വരം, ആ കയ്യേശ്വരം ഇത് മാറ്റാണ്. അവളെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അവൾ പറയും നിനക്ക് തെളിവുണ്ടോ, നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി, അതിനെന്താ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി, അതുകൊണ്ട് ഞാൻ ആ റോബറി ചെയ്ത് നിനക്ക് നീ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും. അവൻ അച്ഛനോട് അച്ഛന്മാരെ ശരി അവിടെ നിന്ന് പോയിട്ട് ഭയങ്കര കലിപ്പത്തിയുള്ള 1 പറഞ്ഞ് 2 പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനാണല്ലോ പറയണത്. നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛനും പറയാം തെളിവില്ല, അപ്പോൾ തെളിവ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ അവൻ വീണ്ടും തപ്പി ചെല്ലുമ്പോഴത്തേക്ക് അവന് ഈ പറയുന്ന ഇതിൻ്റെ ഗട്ടൻസ് പിടി, ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായ ടൈം അവൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഈ മിസ്സായ ടൈമിൽ 8 മിനിറ്റ് കൊണ്ട് ഒരാൾ കയറി ചെയ്യണമെങ്കിൽ ഈ 8 മിനിറ്റിൽ ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് പറയണം. അങ്ങനെ അവൻ പല ബുക്സ് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് മയക്കുമരുന്നോ അവർ കഴിച്ചതിനകത്തോ ചായ കുടിച്ചതൊക്കെ ഇവരെല്ലാം അനലൈസ് ചെയ്ത് ഇവർക്ക് ഉള്ളിലേക്ക് ഇതെത്താൻ. അപ്പോൾ അവന് ഡെവിൾസ് ബ്രത്ത് എന്ന് പറഞ്ഞൊരു ഡ്രഗിനെ പറ്റി മനസ്സിലാക്കുവാൻ. ഡെവിൾസ് ബ്രത്ത് ഡ്രഗ് ഒരു 7 മിനിറ്റിലേക്ക് ഒരാളെ വേണമെങ്കിൽ സ്തബ്ധനാക്കി കുറേ നേരം ഭ്രമലോകത്ത് നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ആരോ ആണ് ചെയ്യുന്നത്. അതാരോ ഉപയോഗിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡ്രഗ് പെഡലർ പിൻഡോ ആണ്. അവനെ അപ്പം ഋഷഭ് ഷെട്ടിക്ക് മനസ്സിലാവും പണ്ട് അവൻ മാജിക്കാന്ന് പറഞ്ഞ് കുറച്ച് ദിവസം പിന്നെ എന്നെ ഇരുത്തിയിട്ട് ഇത് കാണിച്ച് ഇതെല്ലാം നമ്മുടെ ഡിസ്ട്രാക്ഷൻ പിടിക്കുന്നതെന്ന് വെച്ചപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ശരിക്കും ഇവൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഇത്തിരി പൊടി എൻ്റെ മുഖത്തേക്ക് ഇട്ടിട്ടാണ് എൻ്റെ മുഖത്ത് ചെറിയ വരച്ചിട്ടാണ് എന്നെ കുറച്ച് സെക്കൻഡ്സിലേക്ക് നിർത്തിയത്. ഇത് തന്നെയാണ് മന്ത്രവാദിമാർ യൂസ് ചെയ്യുന്നത് അവന് മനസ്സിലാവും. ഇങ്ങനെ പെട്ടെന്നൊരു സാധനം ഇട്ടിട്ട് ആൾക്കാർ ഒരു സെക്കൻഡിലേക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഈ മാജിക് കാണിക്കുന്നത് എന്നുള്ള കാര്യം അവന് മനസ്സിലാവും. പിൻഡോയെ പൊക്കി ടോർച്ചർ ചെയ്യും. നേരത്തെ ചോദ്യം മാത്രമല്ല, ടോർച്ചർ ചെയ്യുമ്പോൾ പിൻഡോ പറയും ഞാനല്ല ഇതിൻ്റെ ആൾ, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നത് നഞ്ചപ്പയാണെന്ന് പറയും. മന്ത്രവാദി നഞ്ചപ്പ അന്ന് സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ സ്റ്റേഷനിൽ വന്ന് നഞ്ചപ്പയെ വിളിക്കുമ്പോൾ നഞ്ചപ്പ പറയും ഇത് റോബറി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണെന്ന്. അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ഡിസ്കഷൻ നടക്കുന്ന അവൻ്റെ അച്ഛനുമായിട്ടാണ് ഇങ്ങനെ ഈ ഡിസ്കഷൻ. അപ്പോൾ അത് അച്ഛൻ ആരായിരിക്കുമ്പോഴത്തേക്ക് ആ കണ്ണ് കാണാത്ത കൂട്ടം അത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് അഴിയുന്നത് ഇതൊരു ഗ്രൂപ്പ് ഇവൻ്റാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും അസംഷൻ കറക്റ്റാണ്. ഈ ഗ്രൂപ്പ് ഇവൻറ്റിൻ്റെ പാർട്ടാണ് ഈ കുസുമം സ്റ്റേഷനിൽ രാവിലെ കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും റെയ്ഡ് നടന്ന് സാധനം പിടിക്കുന്ന ദിവസം കുസുമം കംപ്ലൈൻറ്റ് കൊടുക്കാൻ വരും. എന്നിട്ട് കുസുമം അവിടെ നിന്നുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യും ഇവിടുത്തെ മൊത്തം നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇവിടെ ആരൊക്കെയുണ്ട്, ഇന്ന് ഡ്യൂട്ടിയിൽ ആരൊക്കെയാണ്, എത്ര പേരുണ്ട്, സ്റ്റേഷൻ്റെ ജോഗ്രഫി, ഇതെല്ലാം കുസുമം അത്ര പിടിക്കുക. അതെല്ലാം മനസ്സിലാക്കിയിട്ട് കുസുമം ഇത് ഒരു സെറ്റാക്കും.
അതായത് ഒരു ചാർട്ടാക്കും അല്ലെങ്കിൽ ഒരു മാപ്പാക്കും. ഈ മാപ്പ് കണ്ണ് കാണാത്തവർക്ക് ട്രെയിനിങ് കൊടുക്കും. അവർ ഭയങ്കര ടാലൻ്റാണ്. അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവർ മണം, ആൾക്കാരെ അറിയാനും മൂവ്മെൻ്റ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് രസമായിട്ട് അറിയാൻ. അതായത് കണ്ണില്ലാത്ത ബാക്കി സെൻസസ് എല്ലാം അവരുടെ നല്ലതാണ്. അപ്പോൾ അവരെ കളം വരച്ച് ഒരു സ്റ്റേഷൻ്റെ മാതൃക കളം വരച്ചിട്ട് ഇത്ര സ്റ്റെപ്പ് നടന്നാൽ ഇതകത്ത് കയറി ഇതെടുക്കാൻ പറ്റുമെന്നറിയാം. എന്നിട്ട് അവർക്കൊരു ആൻറ്റിഡോട്ട് കൊടുക്കും. അവർക്ക് മാത്രം ആ പുക. അപ്പോൾ അവർ വൈകുന്നേരങ്ങളിൽ അവർ സ്റ്റേഷനിൽ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ അവർ സ്റ്റേഷനിൽ വരും. ഈ പുക പാട്ടൊക്കെ പാടി വന്ന് ആദിജ്യോതി പരംജ്യോതി ആ പാട്ട് അതിനകത്ത് അവർ പൊടി വെതറും. എന്നിട്ട് പതുക്കെ സ്റ്റേഷൻ അവരുടെ കൺട്രോളിലാക്കും. എന്നിട്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്ന് ഒരാൾ പോയി ഇത് പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് അത് തുറന്ന് ആ സാധനം എടുത്ത് തിരിച്ച് തുടച്ചിട്ട് വെച്ച് അവർ തിരിച്ചിറങ്ങി പുറത്ത് കൊണ്ടുവരും. അപ്പോൾ അച്ഛനോട് പറയാൻ അച്ഛൻ ചോദിക്കടാ ഇത് ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു മാസ്റ്റർ മൈൻഡിനെ പറ്റത്തുള്ളൂ. നമ്മൾ വിട്ടുപോയ എന്നാൽ എല്ലാ പരിപാടിയിലും ഈ മരക്കുടുക്കായി സ്റ്റേഷനിൽ വരുന്നുണ്ട്. അവനായിരിക്കും എൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയും. ഇത്രയും സാധനം ചെയ്യുന്നത് ഈ പറയുന്ന ഒരു പെണ്ണും ബ്ലൈൻഡ് ആൾക്കാരൊക്കെ ചെയ്യണമെങ്കിൽ എന്തിനാ ഇത് എന്തിനാ ചെയ്യുന്ന ശരിക്കും അങ്ങനെ ഇത് മാസ്റ്റർ മൈൻഡ് ചെയ്യേണ്ട കാര്യം. ഇതൊരു മാസ്റ്റർ മൈൻഡ് കളി നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. അപ്പോൾ ഋഷഭ് ഷെട്ടി പറയും ഓക്കെ അപ്പം കുസുമം, പിൻഡോ, നഞ്ചപ്പ, ഈ ബ്ലൈൻഡ് ആൾക്കാർ, പിന്നെ അവരുടെ മുകളിൽ അണ്ണപ്പ. അപ്പോൾ അച്ഛൻ പറയും എടാ അണ്ണപ്പയല്ല മരക്കുടുക്ക. അപ്പോൾ വീണ്ടും പറയും ഇങ്ങനെ അയാൾ ആ പെണ്ണ്, പിന്നെ ഈ പറയുന്ന ഈ ഡ്രഗ് പെഡലർ പിൻഡോയെ, പിന്നെ മോഡി നഞ്ചപ്പ മറ്റേ മന്ത്രവാദി, ഈ വയ്യാത്ത അയാളുടെ പേര് മോഡി നഞ്ചപ്പ എന്നാണ്, ഞാൻ മോഡി മലപ്പുറം വിഴുങ്ങിയതാണ്. പിന്നെ ആ വയ്യാത്ത കണ്ണ് കാണാത്ത അന്തന്മാർ, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ അണ്ണപ്പ. അപ്പോൾ നീ എന്ത് ഇപ്പം മരക്കെടുക്കാടാ എൻ്റെ പേരാണ് പറയുന്നത്. അപ്പം അച്ഛനാണ് ഇതിൻ്റെ കിങ് പിൻ. ഇതിൻ്റെ എല്ലാം മുകളിൽ നിന്ന് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇയാളാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇയാളുടെ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ, അവന്മാരുടെ മറ്റേ തൊട്ടടുത്ത സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ, ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു ഓർഫനേജ്, അന്ധന്മാരുടെ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജ് ശരിക്കും ഒരു തിയേറ്റർ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാൻ വേണ്ടി ഒരു സേട്ട് ആദ്യം വരുന്നുണ്ടല്ലോ, ഒരു സേട്ട്. അയാൾ ഇതിനകത്തൊരു ലാൻഡിൽ വെച്ചിട്ട് ഇവന്മാർക്കെല്ലാം പൈസ കൊടുത്തിട്ട് അവരെ ഒഴിപ്പിച്ച് ഇത് അയാൾക്ക് സ്വന്തമാക്കണം. അപ്പോൾ അവിടെ ഓർഫനേജ് നടക്കുന്നുണ്ട്, സർക്കാർ ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പോൾ ഓർഫനേജിൽ ഇപ്പോൾ ആരുമില്ല, അന്ധരായിട്ടുള്ള ആരുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവരെല്ലാം ചേർന്ന് അവിടുത്തെ അന്ധരായുള്ള ആൾക്കാരെ എല്ലാം വഴി കൊണ്ട് തള്ളും. എന്നിട്ട് ഇൻസ്പെക്ഷനിൽ ഇപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞ് ഇത് ലേലത്തിന് പോകും. അപ്പോൾ ലേലത്തിലേക്ക് ചെറിയ തുകയ്ക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ ഇത് നമുക്കെടുക്കാം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ പോലീസുകാരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അച്ഛൻ്റെ വാശിയായിരുന്നു ആ കണ്ണ് കാണാത്തവരെ ഒരു ഉപദ്രവിച്ച ഈ കണ്ണ് കാണാത്തവരെ കൊണ്ട് തന്നെ അവർക്കൊരു പണിയും കൊടുക്കണം. ഈ സാധനം ലേലത്തിൽ ഇവരെ പിടിക്കാൻ വേണ്ടി പൈസയും വേണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ അവൻ അവസാനം നിങ്ങൾ ചെയ്യുന്ന തെറ്റാ, എന്തായാലും നിങ്ങൾ നല്ല കാര്യത്തിനാണ് ഞാൻ ഇതിന് കൂട്ടു നിൽക്കുക എന്നുവെച്ചാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാതിരിക്കാം, പക്ഷേ പൈസ സാധനം ഇടാന്ന് പറയണം, അത് തിരിച്ചു വെക്കണം, അതല്ലാതെ രീതിയും ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ പറയും ഇവനെ ഇവിടെ എപ്പോഴും കാണുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ സാധനം കൊണ്ട് വെക്കുന്നത്, ഒരു അമ്പലം പോലുള്ള സ്ഥലം. അവൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണത്തില്ല, സാധനം ആരും അടിച്ചുകൊണ്ട് പോയി. അപ്പം ഒന്നും ചെയ്യാനില്ല, കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് കൂടെ സംശയം ഇത് ആരും എടുത്തുകൊണ്ട് പോയെന്ന്. ഇവൻ ചോദിക്കും നീ ആരുടെയും പറഞ്ഞു, ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇലക്ഷൻ ഓപ്ഷൻ്റെ ഡേ ആയി. ഓപ്ഷൻ്റെ ഡേ മറ്റേ സേട്ട് വരും, അയാൾ വിളിച്ചെടുക്കാൻ വേണ്ടി വരും. അപ്പം ഋഷഭ് ഷെട്ടി പറയും ഇത് വിളിച്ചോ, കൂടെ ഒന്ന് വിളിക്കാൻ പറയും. എന്നിട്ട് ഇവർ ലേലം വിളിച്ച് അയാൾ വലിയ റേറ്റിന് വിളിച്ചെടുക്കാൻ നോക്കും. അയാൾ ചെറിയ റേറ്റിന് പിടിക്കാൻ വന്നതാണ്, പക്ഷേ പിന്നെ ഇയാൾ വിളിക്കും, അയാൾ വലിയ റേറ്റിന് വിളിക്കും. ഋഷഭ് ഷെട്ടി ഒരു ചീപ്പ് നമ്പർ ഇറക്കും. അവിടെ സൂപ്പർസ്റ്റിഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പോൾ അയാൾ ദുഷ്ടഗുണങ്ങൾ അവിടെ ഉണ്ടാക്കി ഇവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അയാൾ അവസാനം ഇത് വേണ്ടെന്ന് വിചാരിക്കും, സേട്ട് വിചാരിക്കും ഇത് വേണ്ടെന്ന് വെച്ചാൽ അയാൾ ഇട്ടിട്ട് പോകും. അപ്പം നേരത്തെ വിളിച്ചതിനൊക്കെ ചെറിയൊരു റേറ്റിന് ഇവർക്കത് കിട്ടും. ആ പൈസ അടക്കമില്ലാതിരിക്കുമ്പോൾ ആ പൈസയും കൊണ്ട് ശരിക്കും ഈ ഹെഡ് കോൺസ്റ്റബിൾ അണ്ണപ്പയുടെ കാമുകി വരും. അവരെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇവന് ഇഷ്ടമില്ലാത്ത സ്ത്രീയെ കാണിക്കുന്നുണ്ട്, അച്ഛന് ബന്ധമുള്ള സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വരുമ്പോഴേ ഇയാൾക്ക് മനസ്സിലാവും മോൻ ഇത് കണ്ടുപിടിച്ചു ക്ലിയർ ചെയ്തിട്ടാണ് വരുന്നത് അറിയുമ്പോൾ അവരെ പെട്ടെന്ന് ഇവൻ പറഞ്ഞു വിടും. എന്നിട്ട് അതെടുത്ത് മാറ്റാൻ പറയാം. അങ്ങനെ മോനത് പിടിക്കുന്നവരെ അച്ഛനത് മാറ്റി പൈസ ആയിക്കഴിഞ്ഞു, തൊണ്ടി മുതലെല്ലാം വിറ്റ് പൈസ ആയിക്കഴിഞ്ഞു. അപ്പോൾ അവർ ആ ഓർഫനേജ് തിരിച്ചു പിടിക്കും. എന്നിട്ട് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കും. ആ കുട്ടികളെ നോക്കുന്ന ടീച്ചറായിരുന്നു കുസുമ. ശരിക്കും കുസുമം പണ്ട് തൊട്ടേ കുസുമ ശരിക്കും ഇവനെ പിടിക്കാൻ വേണ്ടി അച്ഛൻ ഇവരെല്ലാം ചേർന്ന് അവനെ പ്ലാൻ ചെയ്ത് അവരുടെ ട്രാക്കിൽ വരുത്താൻ വേണ്ടിയാണ് ശരിക്കും കുസുമനെ പരിചയപ്പെടുന്നത് തന്നെ. ഇവളെ വീട്ടിൽ അച്ഛനായിട്ട് കാണുന്നത് ശരിക്കും ഇവള് വീട്ടിൽ വരുന്നതാണ്. അവളിങ്ങനെ മാമ എന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവനെ കാണും. പെട്ടെന്ന് അച്ഛൻ്റെ ഇരിക്കുന്ന പൊടി വെച്ചിട്ട് ഇവനെ ഒന്ന് ഭ്രമത്തിലാക്കും. എന്നിട്ട് അച്ഛൻ തന്നെ പോയിട്ട് അവളെ വിട്ടിട്ട് ആ സെറ്റപ്പിൽ അവള് വന്ന സെറ്റപ്പിൽ തിരിച്ചു വന്നിട്ട് അവനെ എപ്പോഴും പറ്റിച്ച ശരിക്കും അത് ഇടയ്ക്ക് പറഞ്ഞ സീനുകൾക്കൊക്കെ പിന്നെ അതിനകത്ത് കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് അവരത് എൻഡ് ചെയ്തു. ഒരു ഫാന്റസി സാധനമാണ് ശരിക്കും, പക്ഷെ സിനിമാറ്റിക്കലി അത് ഭയങ്കര വിഷ്വലി അവർ ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി പടമായിരുന്നു.
ഞാൻ കുറെ നാൾ തന്നെ കണ്ടു. എന്നാലും എന്റെ ഗസ് ഏകദേശം അടുത്തെത്തി. നിങ്ങളുടെ രണ്ടുപേരും ഗസ് കറക്റ്റ് ആയത്, കാരണം ഇവരെല്ലാം അതിന്റെ പാർട്ടായിരുന്നു. നെഞ്ചപ്പ മാത്രമേ ഉള്ളൂ ഒരു റെഡ് ഹെയർ, എന്താ ഡിസ്ട്രാക്ഷൻ. എങ്ങനെ നെഞ്ചപ്പ ഇന്നസെന്റ് അല്ലേ? അല്ല, ഇവരെല്ലാം ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇതെല്ലാം പാർട്ടാണ്. അതായത് ഈ ഡ്രഗ്സ് സെല്ല് ചെയ്യുന്നത് പിന്റോ ഇതിന്റെ പാർട്ടാണ്, എല്ലാരും ചേർന്ന്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെല്ലാം ചേർന്നിട്ട് സിസ്റ്റത്തിനെതിരെ അവരിങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം നടത്താൻ തീരുമാനിക്കുന്നതാണ് ആ പടത്തിന്റെ. അവന്മാർ മൂഞ്ചി, അവന്മാരെല്ലാം ജോലിയും പോവുകയും ചെയ്യും. ഓൾറെഡി കേസ് പുറത്തായി അവന്മാരെല്ലാം ജോലി പോകും. അല്ലാതെ ഇവന്റെ ഒരു പേഴ്സണൽ റിവെഞ്ച് ട്രാക്ക് സൈഡിൽ നടക്കുന്നു. ഇവനെ അപമാനിച്ച് അവർ ചെറിയ പണി കൊടുക്കുമ്പോൾ അവർ തമ്മിൽ 2 പോലീസുകാരും അടിയുണ്ടായി. ഒരു പെണ്ണിന്റെ പേരിൽ, ഭാര്യയുടെ പേരിൽ അടിയുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടെന്ന് സംശയിച്ച് പോലീസുകാരെ തമ്മിൽ അടിയുണ്ടായി. തോക്ക് പബ്ലിക് യൂസ് ചെയ്യുന്ന ഒരു കേസ് വന്ന് അവന്മാരുടെ ജോലി അല്ലാതെ തന്നെ സസ്പെൻഷനിലാകുമായിരുന്നു. ഇത് നാം പരിസമാപ്തി. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ട് ഈ സിനിമയുടെ പേരെന്തിനാ ബെൽബോട്ടം വന്നെന്ന് വെച്ചാൽ, ഈ ഓർഫനേജിലെ കുട്ടികൾ ഒരു ബെൽബോട്ടം പാൻറ്റൊക്കെ തയ്ച്ച് അവർ സെറ്റായിട്ട് അവരുടെ ഒരു ജോലിയായിരുന്നു. അവർ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവിടെ. അവർ ഓർഫനേജിൽ ബെൽബോട്ടം പാൻറ്റ് തയ്ച്ച് അത് ട്രെൻഡായിട്ട് ഓടുന്നുണ്ടായിരുന്നു അവിടെ. ചിലപ്പോൾ അങ്ങനെ സംഭവം അവിടെ കാണുമായിരിക്കും ഓൾറെഡി. അപ്പം അത് വിറ്റുകൊണ്ടിരുന്ന, ബെൽബോട്ടം പാൻറ്റ് വിറ്റുകൊണ്ടിരുന്ന കുട്ടികളെയാണ് അവന്മാർ ഇറക്കി ഓർഫനേജ് സ്വന്തമാക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്നാണ് ഈ പാട്ടത്തിന് ബെൽബോട്ടം എന്നുള്ള പേരും വന്നത്. ദാറ്റ്സ് ബീൻ മൈ ടൈം. ഒരു 8 മിനിറ്റത്തേക്ക് ഇത് പോകാൻ വേണ്ടിയല്ലേ. എന്റെ ദീപക് മോഹൻ എന്റെ നിന്റെ ഒക്കെ സെറ്റാണ്. അറിയില്ല, ആൾക്കാര് ഭ്രമിച്ചു പോകും. സോ അങ്ങനെ നമ്മുടെ കന്നഡ സിനിമ, ഞാനൊരു മലയാളം പറഞ്ഞു, ഹിന്ദി പറഞ്ഞു, തമിഴ് ഇംഗ്ലീഷും കന്നഡയുമായി. ഞാൻ തെലുങ്കും തമിഴും പറഞ്ഞിട്ട് അതർ ലാംഗ്വേജിലേക്ക് പോകും. ഹിന്ദി എന്താ നീ പറയാത്തെ? ഞാൻ ഹിന്ദി പറഞ്ഞു, നോ സ്മോക്കിംഗ് ആദ്യം പറഞ്ഞ ഹിന്ദിയാണ്. പിന്നെ അർഹത മലയാളം പറഞ്ഞു, ദ പ്ലഡ്ജ് ഇംഗ്ലീഷ്. ഇനിയിപ്പോ കന്നഡ ബെൽബോട്ടം ഋഷഭ് ഷെട്ടിയുമായി. ഇനി ഒരു തെലുങ്ക് ഒരു തമിഴോട് ഞാൻ പറയും, ഇറ്റാലിയൻ പറയും. പൊളിക്കും. മറ്റേ മജീദ് മജീദി അത് ഇറാനല്ലേ? ഇസ്രായേലല്ല. സോ അപ്പൊ നിങ്ങക്ക് ബെൽബോട്ടം നിങ്ങൾക്ക് കഥ കേട്ടിട്ട് അല്ലാതെ മുന്നേ കാണാൻ പോയവരുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാൻ. ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. സബ്ടൈറ്റിൽ എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. സബ്ടൈറ്റിൽ എന്തിനാ ഇത് സൈഡിൽ പ്ലേ ചെയ്തിട്ട് അത് സൈഡിൽ ഇടാം? അതന്നെ, ഇത് സൈഡിൽ പ്ലേ ചെയ്ത് ഇട്ടാൽ മതിയല്ലേ? ഓക്കെ. അപ്പം ഒരു കഥ സൊല്ലുമ്പോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ. ഓരോ ദിവസം ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എല്ലാരും കണ്ടിട്ടില്ല. അതെല്ലാരും ഒന്ന് കാണുക. അതെ, പല ടൈപ്പ് ഓഫ് കഥകളാണ് വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത. ഇപ്പൊ നമ്മൾ പല ലാംഗ്വേജ് പറഞ്ഞു. ജോണിന്റെ ഒരു അനിമെ കഥയുണ്ട്, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ പ്രത്യേകത. കാണാത്തവര് കാണുക. നമുക്കൊരു അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. Okay, thank you guys.